ചന്തു ഓർക്കുന്നുണ്ടായിരിക്കും CBIയുടെ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ പിന്നെ അത് പറയണ്ട അല്ല CBIയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ പെൺകുട്ടി ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെട്ടില്ലേ, അത് ഇവിടെ പല ന്യൂസുകളുണ്ട്. എന്താണെന്ന് ഗ്രേപ്പ് വൈൻ കരക്കമ്പി, മിക്കവാറും കരക്കമ്പിയാണ് അവസാനം വരുന്നത് പ്രാക്ടിക്കലായിട്ട്. പക്ഷെ ആ കരക്കമ്പി പ്രകാരം അല്ല CBI അന്വേഷിച്ചത്. CBIയിൽ എൻ്റെ ജൂനിയറായിട്ടുള്ള ഒരു ഓഫീസറാണ് അന്വേഷിച്ചത്. അയാൾ അതിനെ മൊത്തം മുക്കി. അപ്പോൾ അത് മുക്കാനായിട്ട് ഇവിടെ വേറെ പല ശക്തികളുണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് മുക്കിയപ്പോൾ ജഡ്ജിന് മനസ്സിലായി. ഇപ്പം നമുക്കൊക്കെ അറിയാവുന്ന പോലെ ജഡ്ജിനും പല ന്യൂസുകൾ കിട്ടുമല്ലോ. അപ്പോൾ ജഡ്ജ് ചോദിച്ചാൽ അത് ഇതെന്താ കേസ്, ഇത് എന്താ എവിഡൻസ്, അത് എവിഡൻസ് ആണോ, ഇത് പറ്റില്ല, നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കാം, അത്രേ പറ്റുള്ളൂ, ഒന്നുകൂടെ അന്വേഷിക്കാം. അങ്ങനെ 3-4 പ്രാവശ്യം തിരിച്ചു കൊടുത്തു. അവസാനം ഇത് വലിയ ശല്യമായി ഈ ജഡ്ജിനെ കൊണ്ട് എന്നുള്ളതായി. അങ്ങനെ CBIയിലെ ലീഗൽ ഓഫീസേഴ്സ് എല്ലാവരും കൂടെ അന്വേഷിച്ചിട്ട് അവസാനം ജഡ്ജിനെ പൂട്ടാൻ, ഹൈക്കോടതി ജഡ്ജിനെ പൂട്ടാനായിട്ട് അവന്മാർ എഴുതിക്കൊണ്ട് വന്നു. ആ ഓഫീസർ വന്നിങ്ങനെ നിന്ന് ജഡ്ജിൻ്റെ മുമ്പ്. ജഡ്ജി ഇത് വായിച്ചിട്ട് പേപ്പറിൽ വന്നത്, TV-യിൽ വന്നത് ജഡ്ജി പൊട്ടിത്തെറിച്ചു എന്നാണ്. പൊട്ടിത്തെറിച്ചെന്ന് ഞാനത് എഴുതി വെച്ചിരിക്കുന്നത് അച്ഛനായ നമ്പൂതിരി പൂജാരി പിന്നെ മകളെ ബലാത്സംഗം ചെയ്തിട്ട് എല്ലാവരും കൂടെ വിഷം കഴിച്ച് തൂങ്ങി മരിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഈ ജഡ്ജി ചോദിച്ചു, വാട്ട് ഈസ് ദ എവിഡൻസ് ഫോർ റൈറ്റിംഗ് ലൈക്ക് ദിസ് എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിക്കാം ജഡ്ജി. എവിഡൻസ് ഇല്ലായ്മയാണ് സാർ എവിഡൻസ് എന്ന് വെച്ചാൽ, അതായത് അവിടെ ക്യാമറ ഉണ്ടായിരുന്നു, ആരും വന്നിട്ടില്ല 3 ദിവസമായിട്ട്. അതുകൊണ്ട് അപ്പോൾ ആരും വന്നില്ലെങ്കിൽ പിന്നെ ബലാത്സംഗം ചെയ്തത് അച്ഛനാണ്. അതാണ് ജഡ്ജി പൊട്ടിത്തെറിച്ചത്. അപ്പം ഇവർ മാറി നിന്ന് ചിരിക്കുകയാണ്, പോലീസുകാരും പ്രോസിക്യൂട്ടറും ഒക്കെ. കാര്യം എന്ന് പറഞ്ഞാൽ ജഡ്ജി ഒന്നും ചെയ്യില്ല. ജഡ്ജി കനോട്ട് ഗോ ടു ദ സീൻ ഓഫ് ക്രൈം ആൻഡ് കണ്ടക്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. അല്ല മറ്റേ ഇത് ചോദിച്ചു, സ്റ്റേറ്റിൻ്റെ വിട്ടില്ല. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെട്ടെന്നല്ല ഞാൻ പറഞ്ഞ. നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ അറിയാമല്ലോ. ഈ പിന്നെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും പൊളിറ്റീഷ്യൻസ് ഇടപെടുന്നതിന് ഇവിടുത്തെ ഒരു ഫേമസ് CM, ഞാൻ പേര് അദ്ദേഹത്തിൻ്റെ പറയുന്നത്, അദ്ദേഹത്തിന് 3-4 ഫോൺ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ഫോണും ഇല്ല. ആരെന്നുള്ളത് സംസാരിച്ച് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഗവൺമെൻറ്, പിന്നെ കൂടെ നിൽക്കുന്ന ഡ്രൈവറുടെ, ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ ഫോൺ അദ്ദേഹത്തിൻ്റെ കൈക്കാണ്. ജോപ്പൻ്റെ പേര് പറയണ്ട. ആ ഫോണിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹം അത്ര മിടുക്കനാണ്. അപ്പം പിന്നെ ഒരിക്കലും ഞാൻ വിളിച്ചു അല്ലെ അദ്ദേഹം വിളിച്ചു എന്ന് അങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ കോണ്ടാക്ട് ചെയ്യുന്നത്.